അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജഹീർ. എനിക്ക് തൊട്ടു മുമ്പുള്ള സഹോദരൻ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംശയമാണ്. ഈ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഐഎസിന്റെ ഇസ്ലാം സ്റ്റേറ്റിന്റെ അതിന്റെ സൃഷ്ടിപ്പ് ശരിക്കും ജൂതന്മാരിൽ നിന്നാണെന്നും അതിന്റെ തലവൻ എന്നറിയപ്പെടുന്ന ബഗ്ദാദി ഒരു സൈമൺ അലിയറ്റ് എന്ന ജൂതൻ ആണെന്നുമുള്ള ഒരു ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇന്ന് തന്നെ ഈസ്റ്റ് കോസ്റ്റിന്റെ ഒരു ഇതില് ഐഎസിന്റെ ക്രൂരതയെ പറ്റിയിട്ട് വന്നപ്പോ ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടു. അപ്പൊ നമ്മളത് ശരിക്കും ശരി തന്നെയാണോ, അതിന്റെ ആ വാർത്തയുടെ ഉറവിടം ഒന്ന് അക്ബർ സാഹിബ് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഐഎസിന്റെ നേതാവ് ബഗ്ദാദി ജൂതനാണ് എന്നൊരു വാർത്ത, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് ചോദ്യം. ആ വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണ് എന്നെന്റെ സുഹൃത്തിനെ പോലെ തന്നെ എനിക്കും അറിയില്ല. പക്ഷെ എനിക്കൊന്നറിയാം, അവർ പ്രചരിപ്പിക്കുന്ന ആശയം ഇസ്ലാമിൻ്റെതല്ല, ജൂതന്മാരുടെ ആശയമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അവർ പ്രചരിപ്പിക്കുന്ന ആശയം ഇസ്ലാമിന്റെ ആശയമേ അല്ല. അവർ പ്രചരിപ്പിക്കുന്നതായി അവരുടെ മാഗസിന്, അവരുടെ വെബ്സൈറ്റുമെല്ലാം പറയുന്ന ആശയമാണ് അവരുടേതെങ്കിൽ ആ ആശയത്തിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ സബഅന്റെ ആശയമാണത്. അബ്ദുല്ലാഹിബിൻ സഹബ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഖവാരിജികൾ, മുസ്ലിം ലോകത്ത് നിന്ന് ഖവാരിജികൾ ഉണ്ടായി. ഖവാരിജികൾ എന്താ പറഞ്ഞത്? നീതി നടപ്പാക്കണം. അലിന്റെ അടുത്തും നീതിയില്ല, പിന്നെ മുആവിയന്റെ അടുത്തും നീതിയില്ല, പിന്നെന്താണ്? ഖുർആനിക്ക് മടങ്ങണം എല്ലാരും. ഖവാരിജികൾ പറഞ്ഞത് അതാ. ഖവാരിജികൾ ദീനിൽ നിന്ന് പോകണമെന്നല്ല പറഞ്ഞത്, ദീനിൽ നിന്ന് കടന്നു പോകണം, ദീനിൽ നിന്ന് എല്ലാവരും മുർത്തദ്ദായി പോകണം, ഖുർആനെയും ഹദീസിനെയും ഒഴിവാക്കണം എന്നല്ല ഖവാരിജികൾ പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം. എന്താ കാരണം? പരിശുദ്ധ ഖുർആൻ പറയണത് എന്താണ്? ഖുർആൻ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ് എന്നാണ്. അള്ളാഹ്ക്ക് മാത്രമാണ് ഹുക്കുമിന് അധികാരം എന്നാണ്. ഇവരിതാ അബൂ മുലസ്സൽ അശ്ശരിയെയും മറ്റു ചിലരെയും എല്ലാം ഹുക്കുമിനുള്ള അധികാരപ്പെടുത്തിയിരിക്കുന്നു. അഥവാ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോ കോംപ്രമൈസിന് അവരെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഖുർആനിക്ക് നിങ്ങൾ മടങ്ങണം എന്ന് അവര് പറഞ്ഞു. എന്നിട്ടാ രംഗത്ത് വന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ സബഅന്റെ പിൻഗാമികൾ പ്രശ്നം ഉണ്ടാക്കിയിട്ട് രംഗത്ത് വന്നത്. എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? അലി പറഞ്ഞതും തെറ്റ്, മുആവിയ പറഞ്ഞതും തെറ്റ്. എന്താ കാരണം? അവർ രണ്ടാളും ഖുർആനെതിര്, അവർ രണ്ടുപേരും പരിശുദ്ധ ഖുർആനെതിര്. എന്താണ്? അവർ രണ്ടുപേരും ഖുർആനെതിരായി നീതി ആണ്. അതുകൊണ്ട് തന്നെ നീതി നമുക്ക് നടപ്പാക്കണം. നീതി എങ്ങനെ നടപ്പാക്കും? നമ്മൾ ആയുധെടുക്കണം. നമ്മൾ ആയുധെടുത്തിട്ട് അവരെ രണ്ടു കൂട്ടരും നിലക്ക് നിർത്തണം. എന്നിട്ട് അവർ നെഹ്റുവാൻ എന്ന സ്ഥലത്ത് ആളുകൾ കൂടി. ആദ്യം അവര് സുറൂർ എന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അവർ നെഹ്റുവാനിലേക്ക് മാറി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിന് മുൻപ് അവരുടെ തമ്പിലേക്ക് കയറി ചെന്നുകൊണ്ട് അവർക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവുമായി അവരുടെ ആളുകൾ സംസാരിച്ചത് വളരെ ദീർഘമായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ദീർഘമായ ഹദീസുകളിലുണ്ട്. അതെന്താ? അവർ സംസാരിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി എന്നാണ്. എന്താ? പരിശുദ്ധ ഖുർആൻ അവർ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതക്രമം അവർ മനസ്സിലാക്കിയിട്ടില്ല. ആരൊക്കെയോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആവേശം കൊണ്ടിട്ട് നീതിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആയുധം എടുത്തിട്ട് കൂടിയിരിക്കുകയാണ് അവർന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം അവരെ ഉപദേശിച്ചു. അദ്ദേഹം അവരെ ഉപദേശിച്ച സന്ദർഭത്തിൽ ഇവരെ മാറി വന്നു. ചില ആളുകൾ അതിൽ 1/3 മാറി ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ബാക്കിയുള്ള ആളുകൾ അലി റളിയല്ലാഹു അൻഹുവുമായി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അവർ നശിപ്പിക്കപ്പെട്ടുവെങ്കിലും പിൽക്കാലഘട്ടത്തിലും അവരുടെ പിൻഗാമികൾ, ജൂതന്മാരുടെ ആളുകൾ പിന്നെയും പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, അവർ ഖുർആനിൽ നിന്ന് പോകാനല്ല പറഞ്ഞത്, ഹദീസിൽ നിന്ന് പോകാനല്ല പറഞ്ഞത്, മറിച്ച് ഖുർആനിലേക്ക് വരിക എന്നാ പറഞ്ഞത്, ഹദീസിലേക്ക് വരിക എന്നാ പറഞ്ഞത്. പക്ഷേ ഖുർആനും ഹദീസും അല്ല, ഞങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ ഖുർആനും ഹദീസും മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. ഇത് ജൂതന്മാരുടെ എക്കാലഘട്ടത്തിലുമുള്ള തന്ത്രമാണ്. ഇസ്ലാമിലെ ജിഹാദിനെ തെറ്റായി അവതരിപ്പിച്ച് മുസ്ലിങ്ങളെ കലാപകാരികളാക്കി മാറ്റി മുസ്ലിം സമുദായത്തെ നാമാവശേഷമാക്കാം എന്ന ആഗ്രഹവുമായി ജൂതന്മാർ എക്കാലഘട്ടത്തിലും തന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
പുതിയ കാലത്ത് പുതിയ തന്ത്രം, ആ തന്ത്രത്തിന് പിന്നിലും ജൂത മനസ്സാണുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞുകൂടല്ലോ. എന്റെ സുഹൃത്ത് കണ്ടതുപോലെയുള്ള വാർത്തകൾ ഞാനും കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആ കാര്യത്തെക്കുറിച്ച് പറയാൻ നിർവാഹമില്ല.